ഇന്നത്തെ വചനചിന്ത, ദൈവത്തിനായി നിൽക്കുവാൻ ഒരുക്കമാണോ? രണ്ടാം ലോക മഹായുദ്ധത്തിന് ഇംഗ്ലണ്ടിന് യുദ്ധത്തിനായി കൽക്കരി അധികമായി വേണ്ടി വന്നൊരു സമയമുണ്ടായിരുന്നു. ഭൂമിയിൽ നിന്നും കൽക്കരി കുഴിച്ചെടുക്കുവാൻ അനേകം കൽക്കരി തൊഴിലാളികൾ ആവശ്യമുണ്ടായിരുന്നു. യുദ്ധം അവസാനിച്ച് കഴിഞ്ഞ് പടയാളികളെ ആദരിക്കുന്ന ചടങ്ങ് വന്നെത്തി. ഇംഗ്ലണ്ടിൻ്റെ അന്നത്തെ പ്രൈം മിനിസ്റ്ററായിരുന്ന വിൽസൺ ആ യുദ്ധത്തിൽ ഏർപ്പെട്ട ട്രൂപ്പുകൾക്ക് അംഗീകാരങ്ങൾ നൽകുന്നു. വിവിധ പോയിന്റുകളിൽ യുദ്ധം ചെയ്ത ട്രൂപ്പുകളെ ജനങ്ങൾ ഹർഷവാരങ്ങളോടെ അഭിനന്ദിച്ചു. ഒടുവിലായി കുറേയേറെ ആളുകൾ നിരനിരയായി വരുന്നു. തലയിൽ കറുത്ത തൊപ്പിയും പഴകിയ ഷൂസും കറുത്ത നിറവുമുള്ള വസ്ത്രവുമായി അവർ നിരന്നു. യുദ്ധത്തിനാവശ്യമായ കൽക്കരി ഖനനം ചെയ്ത തൊഴിലാളികളായിരുന്നു അവർ. അവിടെ ഉണ്ടായിരുന്ന ഒരാൾ ഉറക്കെ ചോദിച്ചു, യുദ്ധം ചെയ്തവരുടെ കൂട്ടത്തിൽ നിങ്ങളുമോ? നിങ്ങൾ എപ്പോഴാണ് യുദ്ധം ചെയ്തത്? ഖനിത്തൊഴിലാളികൾക്കിടയിൽ ഒരുവൻ ഉറക്കെ മറുപടി പറഞ്ഞു, ഇവർ തല ഉയർത്തി യുദ്ധം ചെയ്തപ്പോൾ ഞങ്ങൾ ഭൂമിക്കടിയിൽ തല താഴ്ത്തി കൽക്കരി കുഴിച്ചെടുക്കുകയായിരുന്നു. ലോകം എപ്പോഴും കാണുന്നത് മുൻപിൽ നിൽക്കുന്നവരെയാണ്. മുൻനിരയിലെ നക്ഷത്രങ്ങളെ കണ്ട് കൈകൊട്ടുന്ന മനുഷ്യർ മറഞ്ഞിരിക്കുന്നവരെ അറിയുന്നില്ല. ലോകരാജാക്കന്മാർ എല്ലാവരും അവരെ കാണുകയില്ല. പേരിനപ്പുറം ലോകമറിയുന്ന മുഖം മറയപ്പെട്ടതായി എത്രയോ പേർ ഇന്നിവിടെയുണ്ട്. അവർ ഒരു ദിവസം പണി മുടക്കിയാൽ, ഒരു ദിവസം അവരുടെ സേവനം വേണ്ടെന്ന് വെച്ചാൽ ലോകം നിലയ്ക്കും. എന്നാൽ അങ്ങനെയുള്ളവരെ ദൈവം ഒരിക്കലും കൈവിടുകയില്ല. ലോകം തള്ളുന്നതിനെയാണ് ദൈവം മാനിക്കുന്നത്. ദൈവം പ്രതിഫലം നൽകുമ്പോൾ അവർ ഒരിക്കലും ഒരു നിലയിലും പിൻവലിയുകയില്ല. ലോകം നിസ്സാരമെന്ന് കരുതുന്നവനെ ദൈവശ്രേഷ്ഠമായ നന്മ നൽകി മാനിക്കുന്നു. എത്രയോ പേർ തിരശീലയ്ക്ക് പുറകിൽ ശുശ്രൂഷിക്കുന്നു. മൈക്കിന് മുൻപിൽ വരാതെ, നോട്ടീസിൽ പേർ വരാതെ, മുൻനിരയിൽ ഇരിപ്പിടത്തിലിരിക്കാതെ എത്രയോ പേരുണ്ട്. മനുഷ്യൻ്റെ മുൻപിൽ അനേകർ വിളങ്ങുമ്പോൾ ഭൂമിക്കടിയിൽ തലതാഴ്ത്തി ആരും പോകാത്ത ഇടങ്ങളിൽ, ആർക്കും ഇഷ്ടമില്ലാത്ത സാഹചര്യങ്ങളിൽ ദൈവത്തിനായി നിൽക്കുന്ന അനേകർ ഈ ഭൂമിയിലുണ്ട്. അവരിൽ ഒരാളാകുവാൻ താങ്കൾ തയ്യാറാകണം. പ്രതിഫലം നൽകുന്ന ദൈവമുണ്ട്. അവസാനം അങ്ങയുടെ കരങ്ങളിൽ നിന്നും ഞാൻ നേരിട്ട് പ്രതിഫലം വാങ്ങാമെന്ന മനസ്സ് ഹൃദയത്തിലുണ്ടെങ്കിൽ തക്കതായ പ്രതിഫലം നൽകി മാനിക്കുവാൻ കർത്താവ് യേശു ക്രിസ്തു താങ്കളുടെ കൂടെയുണ്ട്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 18 മുതലുള്ള തിരുവചനം ഇപ്രകാരം വായിക്കുന്നു, രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. പുഴുവും തുരുമ്പും കെടുക്കുകയും കള്ളന്മാർ തുരന്നു മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം സ്വരൂപിക്കരുത്. പുഴുവും തുരുമ്പും കെടുക്കാതെയും കള്ളന്മാർ തുരന്നു മോഷ്ടിക്കാതെയും ഇരിക്കുന്ന സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിച്ചുകൊള്ളുവിൻ. നിന്റെ നിക്ഷേപമുള്ളിടത്ത് നിന്റെ ഹൃദയവും ഇരിക്കും. ശരീരത്തിൻ്റെ വിളക്ക് കണ്ണാകുന്നു. കണ്ണ് ചുവള്ളതെങ്കിൽ നിന്റെ ശരീരം മുഴുവനും പ്രകാശമായിരിക്കും. കണ്ണ് കേടുള്ളതെങ്കിലോ നിന്റെ ശരീരം മുഴുവനും ഇരുട്ടതായിരിക്കും. എന്നാൽ നിന്നിലുള്ള വെളിച്ചം ഇരുട്ടാകയാൽ ഇരുട്ട് എത്ര വലിയത്. 2 യജമാന്മാരെ സേവിപ്പാൻ ആർക്കും കഴിയുകയില്ല. അങ്ങനെ ചെയ്താൽ ഒരുത്തനെ പകച്ച് മറ്റവനെ സേവിക്കും, അല്ലെങ്കിൽ ഒരുവനോട് പറ്റിച്ചേർന്ന് മറ്റവനെ നിരസിക്കും. നിങ്ങൾ ദൈവത്തെയും മാമോനെയും സേവിപ്പാൻ കഴിയുകയില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, എന്ത് തിന്നും എന്ത് കുടിക്കും എന്ന് നിങ്ങളെ ജീവനായിക്കൊണ്ടും എന്തൊടുക്കുമെന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത്. ആഹാരത്തെക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലയോ? ആകാശത്തിലെ പറവകളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നുമില്ല. എങ്കിലും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു. അവയേക്കാൾ നിങ്ങൾ ഏറ്റവും വിശേഷതയുള്ളവരല്ലയോ? വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ, ദൈവജനത്തിനായി, ദൈവത്തിനായി, ദൈവനാമത്തിനായി, ദൈവസഭയ്ക്കായി തിരശ്ശീലയ്ക്ക് പിന്നിൽ നിൽക്കുന്ന താങ്കളെ കാണുന്ന ദൈവമുണ്ട്. ദൈവത്തിനായി നിൽക്കുവാൻ, ദൈവത്തിനായി പ്രവർത്തിപ്പാൻ ശ്രമിക്കുന്ന ഏവർക്കും കർത്താവ് കൃപയും അധികാരം നൽകുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.